പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാമികയുടെ കർണം നോക്കി ഒന്ന് കൊടുത്ത ശേഷമാണെങ്കിൽ നന്ദുവിനും ദേഷ്യം അങ്ങ് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വീണ്ടും അനാമികയുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് അങ്ങ് നിലത്തേക്ക് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ട ശേഷമാണെങ്കിൽ നന്ദുവിനെ പിടിച്ചു വെക്കാൻ അതിന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താടി എൻ്റെ മോളെ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ നന്ദു ആണെങ്കിലും ദേഷ്യത്തോടുകൂടി പറയണം, എന്താ കാണിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ, ഇനി ഇവളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ കാല് വാരി ഞാൻ നിലത്തടിക്കും, അതിന് എനിക്ക് അധികം സമയമൊന്നും വേണ്ട. അനാമികേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ട് പറയുകയാണേ. പിന്നീട് നന്ദു ആണെങ്കിലും അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മേനെയും എന്നെയൊക്കെ പറഞ്ഞ് ഞാൻ ക്ഷമിച്ചു, പക്ഷേ എൻ്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഞാൻ ക്ഷമിച്ച് കേട്ടുകൊണ്ട് നിൽക്കില്ല എന്ന് പറയേ. പിന്നെ അതുപോലെ തന്നെ അവളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ജാനകിനോടും ജലജയോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് എൻ്റെ വീടാണെന്നൊക്കെ പറയുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് നിൻ്റെ വീടാവുന്നത്, ഇത് ആദർശ് നിങ്ങൾക്ക് എടുത്ത് തന്ന വീടല്ലേ എന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ, ഞങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വീട് തന്നെയാണ്, അതുകൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ ഇവളെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുക എന്ന് പറയേ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ജാനകിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവൻ ഇങ്ങനെ ആയുർവേദ മരുന്നുമായിട്ട് വന്നിരിക്കുകയാണ് അവൾക്ക്. അപ്പോൾ അങ്ങനെ മരുന്ന് കുടിക്കാൻ നീയാണോടി നിൻ്റെ അമ്മായിമ്മയ്ക്ക് കരൾ കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് മൂന്നുപേരും കൂടെ. ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അനിയനോടാണെങ്കിൽ ഇപ്പം തന്നെ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇനി ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ ജാനകിയുടെ വക ഉണ്ടായിരുന്നു. പിന്നെ അനാമികയോടാണെങ്കിലും നന്ദു പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ നാട്ടിലുള്ള പെൺകുട്ടികളുടെ മേലിൽ പഴി ചാരാതെ നിൻ്റെ ഭർത്താവിനെ നിൻ്റേതാക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അനിയാണെങ്കിൽ അവിടുന്ന് പോകാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ജാനകി പറയുന്നുണ്ടായിരുന്നു, നീ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോണം എന്നൊക്കെ പറയേ. അപ്പോൾ അനിയനോട് നയനെ പോകാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വഴക്കൊന്നും വേണ്ട അനി, നീ അവരുടെ കൂടെ പോകുമെന്ന് പറയുകയാണ്. പിന്നെ പോകാനായിട്ട് തുടങ്ങിയിട്ട് ജാനകി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടുന്നൊന്നും നീ കരുതണ്ട, അപ്പോൾ എൻ്റെ മരുമോളുടെ സ്ഥാനത്ത് നീ ഇവളെ പ്രതിഷ്ഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ എന്നെ വെള്ള പുതപ്പിച്ചിട്ടേ അത് നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെയാണ് കേട്ടോ ജാനകി അവിടെ നിന്ന് പോകുന്നത്. അനിയാണെങ്കിലും പിന്നെ ദേഷ്യത്തിൽ അവിടെ നിന്ന് അവരുടെ പിറകെ തന്നെ പോകുന്നുണ്ടായിരുന്നേ. ജലജ ഇങ്ങനെ ഇനിയിപ്പോൾ അനി നയനയുടെ അച്ഛനെയും അമ്മേനെയും കണ്ടിട്ടേ വരുള്ളൂ എന്ന് പറയുന്ന സമയത്താണെങ്കിലും ജാനകി പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കാരണത്തായിരിക്കും ഞാൻ അടിക്കുന്നതെന്ന് പറയുമ്പോൾ, അങ്ങനെ അടിക്കുന്നതൊക്കെ കൊള്ളാം, തിരിച്ചു കിട്ടുന്നതും മേടിച്ചുകൊണ്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്ദു ദേഷ്യത്തോടുകൂടി ജാനകിനോട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അവിടെ ഇങ്ങനെ നിൽക്കേണ്ട, ഇറങ്ങി പോകാനായിട്ട് പറയുന്ന പോലെ നന്ദു പറയുന്ന സമയത്താണെങ്കിലും ജലജ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ സംസ്കാരം ഇല്ലാത്തവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരും അങ്ങ് ദേഷ്യത്തിൽ പോവുകയും ചെയ്യാണ് കേട്ടോ. ജലജ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നിങ്ങനെ എരികേറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും അവരങ്ങ് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനോടാണെങ്കിലും ഇങ്ങനെ നയന് ചോദിക്കുന്നുണ്ടായിരുന്നു, മോളെ നീ എന്തിനാ ഇങ്ങനെ വയലൻ്റ് ആവുന്നതെന്നൊക്കെ ചോദിക്കുക. പിന്നെ ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്, ചേച്ചിയുടെ അവസ്ഥ എനിക്കും അതുപോലെ തന്നെ എനിക്കൊക്കെ അറിയാലോ, പിന്നെ എനിക്ക് അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് നയനയോട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നൊക്കെ നന്ദു ചോദിക്കുമ്പോൾ വേണ്ടാന്നാണ് കേട്ടോ നയന പറയുന്നത്. നയന നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, അനീനോട് നീ തന്നെ പറയണം, ഇനി ഇങ്ങോട്ട് വരരുത്, നിങ്ങൾ തമ്മിൽ ഇനി കാണരുത് എന്നൊക്കെ നന്ദുവിനോട് നയനയും പറയുകയാണ് കേട്ടോ. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ ദേവയാനീനെ അറിയിക്കുകയാണ് എല്ലാവരും കൂടെ. അനാമികയാണെങ്കിലും കവിളത്ത് നല്ല പാടായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എനിക്ക് അവനെ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ശിക്ഷ കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ അച്ഛനെയും അമ്മേനെയും അറിയിക്കാൻ നിന്നപ്പോൾ അമ്മയാണ് എന്നെ തടഞ്ഞത്, എനിക്ക് ഇങ്ങനെ അവരോട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ, മോൾ ഒരിക്കലും ഇത് അച്ഛനെയും അമ്മേനെയും അറിയിക്കരുത് എന്നൊക്കെയാണ് കേട്ടോ ദേവയാനി പറയുന്നത്. അങ്ങനെയൊന്നും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അച്ഛനോടും അമ്മേനോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ എന്നെ അവരിവിടുന്ന് വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയണം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ജലജ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അനീനെ ദേവയാനി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ മോനെ നീ ഇങ്ങനെ ആ നന്ദു ഇവളെ മോളെ അടിക്കുന്നത് കണ്ടിട്ട് നീ എന്താ നോക്കി നിന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പോൾ അതിനുള്ള കാരണമൊന്നും ഇവൾ പറഞ്ഞില്ലേ, അതിനുള്ള കാരണം ഇവൾ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് പറയേ. അപ്പോൾ ഇവളത് ചോദിച്ച് വാങ്ങിയ അടിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അനിയാണെങ്കിലും അനാമികേനെ ഇതാക്കിയാണ് കേട്ടോ പറയുന്നത്, അനാമികയുടെ ഭാഗത്ത് തന്നെയാണല്ലോ തെറ്റ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അതൊന്നും ഇഷ്ടാവുന്നില്ല. എന്താ മോനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ കാരണം, നീ അങ്ങോട്ട് പോയതുകൊണ്ടല്ലേ, നീ എന്തിനാ ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ഏട്ടത്തിനെ കാണാനാണ് പോകുന്നതെന്ന് പറയേ. ഏട്ടത്തിക്ക് ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണെന്ന് പറയും. അപ്പോൾ നയനയ്ക്ക് എന്താ അസുഖം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഏട്ടത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ അറിയാലോ, ഏട്ടത്തിക്ക് കുറച്ച് രക്തത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ടാണെന്ന് പറയേ. അപ്പോൾ ജാനകിയാണെങ്കിലും കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ, ഓ അവളാണല്ലോ ഏട്ടത്തിക്ക് ബ്ലഡ് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയും. അപ്പോൾ അനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് എനിക്കും ഏട്ടനും അച്ഛനും അതുപോലെ തന്നെ വല്യച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അറിയാമെന്ന് പറയേ. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾക്കും കൂടെ
കൂടെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ വല്യമ്മ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇവള് ആ അടി ചോദിച്ച് എരന്ന് വാങ്ങി തന്നെയാണെന്ന് പറയുക, ഇവളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റിയെന്ന് പറയും. പിന്നീട് ദേവയാനിയുടെ വക കുറേ ഉപദേശങ്ങളുണ്ടായിരുന്നു. അനാമികേനെ ഇങ്ങനെ സ്നേഹിക്കണം, ഇനി ഒരിക്കലും നന്ദുവിനെ കാണാൻ ആ വീട്ടിലേക്ക് പോകരുത്, അപ്പം നീ എൻ്റെ വാക്കിന് വില കൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ എനിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നേ. എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടാതെ അനിയാണെങ്കിലും ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് അനാമിക പറയാണ്, കണ്ടോ ഇപ്പോൾ അവന് ഈ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയാണെങ്കിലും സങ്കടത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. പിന്നീട് ജലജ മനസ്സിലോർക്കുന്നത്, ഇവൾക്കൊരു അടി കിട്ടണമെന്ന് ഞാൻ നേരത്തെ ഇങ്ങനെ വിചാരിച്ചതായിരുന്നു, എന്തായാലും നല്ല അടിയായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ജലജ മനസ്സിലിങ്ങനെ ചിരിച്ചുകൊണ്ട് ഓർക്കുന്നത്. പിന്നീട് അനിയാണെങ്കിലും ആദർശിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു. ഏട്ടനൊന്ന് ഏട്ടത്തിയുടെ വീട് വരെ വേഗം പെട്ടെന്ന് ചെല്ലണം, ഏട്ടത്തി ഒന്ന് വീണെന്ന് പറയാം, അപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ആദർശ് ഭയങ്കര ടെൻഷനോടുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്, ഇങ്ങനെ അവിടെ എത്തിയിട്ട് അവർ കാര്യങ്ങൾ പറയുമെന്ന് പറയണം. അപ്പോൾ ഇത് അനാമിക കേൾക്കുന്നുണ്ടായിരുന്നേ, ആദർശിനെ വിളിച്ച് അനി കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴേക്കും അവനിങ്ങനെ അവൻ്റെ ഏട്ടനെ വിളിച്ച് കാര്യം അറിയിച്ചു. അവർ വീണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നിൻ്റെ ഏട്ടനേക്കാളും ഇങ്ങനെ വിഷമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് വീണ്ടും വഴക്കിന് വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. പിന്നീട് അനാമിക അങ്ങനെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു, അവളെൻ്റെ കർണത്തടിച്ചപ്പോൾ നീ അത് ആസ്വദിച്ച് നിൽക്കല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ആസ്വദിച്ച് നിൽക്കുന്നതായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജാനകി അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ മോളേറ്റ് വീണ്ടും വഴക്കിന് നിൽക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പം അനിയാണെങ്കിലും ജാനകിയോട് പറയുന്നുണ്ടായിരുന്നു, ഇവളെന്തിനാ വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അടുത്തേക്ക് അല്ലാതെ പിന്നെ മോൾ എവിടേക്ക് ഇടാൻ പോവേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുക. പിന്നെ ജാനകിയാണെങ്കിലും അനിയനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയും മോളായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മോൾ ഇവിടുന്ന് അവളുടെ വീട്ടിലേക്ക് പോകുമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാനായിട്ട് ഒരുത്തി ഇവിടെ നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നിട്ട് അനി പറയുന്നത്. അപ്പോൾ ജാനകിയാണെങ്കിലും അത് കേൾക്കുന്നത് അങ്ങ് ഇഷ്ടാവുന്നില്ല. അപ്പോൾ ജാനകിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ എന്താടാ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നിൻ്റെ സ്വഭാവം ആകെ മാറിപ്പോയി, ആ നൈന വന്ന ശേഷം ഒരുത്തി വീട്ടിലേക്ക് വന്ന ശേഷം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അനിയാണെങ്കിലും തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഈ വീട്ടിലേക്ക് വന്ന ശേഷം ഈ വീട് സ്വർഗ്ഗമായോ, ഈ വീട്ടിൽ വഴക്കൊക്കെ ഇല്ലാതായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. ഇവള് വന്ന ശേഷം വഴക്ക് കൂടിയിട്ടല്ലേ ഉള്ളൂ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അനി ഓരോരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ടായിരുന്നേ. ഞാനും എൻ്റെ ഏട്ടനൊക്കെ മുത്തശ്ശൻ പറഞ്ഞു തന്നിട്ടുള്ള വഴിയിലൂടെ മാത്രമേ നടന്നിട്ടുള്ളൂ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികയാണെങ്കിലും അനാമികനോട് ജാനകി പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മോളെ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഈ വീട് വിട്ട് പോവേണ്ടി വരും എന്ന് പറയാണ്. അതല്ലെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട് അനാമിക ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്താണെങ്കിലും ജാനകിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നൈനേനെ പ്രാഗൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിനുള്ളിൽ വഴക്കുണ്ടാക്കാനായിട്ട് ഒരുത്തി അവൾ മുടിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ് പ്രാഗിയിട്ടാണ് കേട്ടോ ജാനകി അവിടെ നിന്ന് പോകുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടാവുന്നില്ല. പിന്നീട് ആദർശാണെങ്കിലും വേഗം നൈനയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദു ആണെങ്കിലും വരുന്ന സമയത്ത് ഇങ്ങനെ ആദർശനാണെങ്കിൽ ആകെ ഒരു വെപ്രാളൊക്കെയാണ് കേട്ടോ, നൈനയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ പറ്റിയത്, അനി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നൈന ഒന്ന് വീണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും. അച്ഛനും അമ്മയും എവിടെ, ഇനി അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അനിയൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ നൈന ഒന്ന് വീണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയും. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, ചേച്ചി എന്തായാലും അകത്തുണ്ട്, ഇങ്ങനെ ആദർശേട്ടൻ അങ്ങോട്ട് ചെല്ലുക, അപ്പോൾ കാര്യങ്ങൾ അറിയാലോ എന്ന് പറയുമ്പോൾ പിന്നെ ആദർശ് നേരെ നൈനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. നൈന ആ സമയത്ത് കിടക്കായിരുന്നു. ആദർശിനെ കാണുമ്പോൾ എണീറ്റിരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം നൈനനെ പതുക്കെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് ഇങ്ങനെ ചാരി ഇരുത്തുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. ആദ്യം നൈന ഒന്നും അങ്ങ് വിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നന്ദു ആണെങ്കിലും അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി വീഴാൻ കാരണം അനാമികയാണ്, അവൾ ചേച്ചീനെ പിടിച്ച് തള്ളി എന്ന് പറയുമ്പോൾ നൈന അനാമികേനെ ഇതാക്കിയാണ് കേട്ടോ പറയുന്നത്, അവൾക്ക് എൻ്റെ അവസ്ഥയൊന്നും അറിയില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ അനിയുടെ പിന്നാലെ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അനി ചേച്ചീനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഇങ്ങനെ ചേച്ചിക്ക് കുറച്ച് ആയുർവേദ മരുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അനീനെ അവർ പുറത്ത് വെച്ച് കണ്ട് ഇങ്ങനെ അനിയുടെ പിറകെ വന്നതാണ് എന്ന് പറയും. അതുപോലെ തന്നെ അബിയുടെ അമ്മയും അനിയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. എന്നിട്ട് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവൾ ചേച്ചീനെ പിടിച്ച് തള്ളുകയായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല, ഞാൻ അവൾക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദർശ് അവൾക്ക് നന്നായിട്ട് കൊടുത്തല്ലോ, പെൺകുട്ടികളായ ഇത്രയ്ക്ക് അഹങ്കാരമൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ ആദർശ് സംസാരിക്കുകയും ചെയ്യുന്നത്. പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ വീട്ടിൽ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ എന്താ മിണ്ടാതെ നിൽക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇതൊന്നും കൊടുത്താൽ പോരാ, നന്നായിട്ട് കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനോട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു.
ആ ദേഷ്യത്തിൽ ഞാൻ നന്നായിട്ട് കൊടുത്തു എന്ന് പറയാണ് കേട്ടോ. പിന്നീട് വഴക്കൊന്നും ഉണ്ടാക്കരുത്, ഇനിയിപ്പോൾ അനീനോട് ഇങ്ങോട്ട് വരേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വരുമ്പോൾ എന്തായാലും എനിക്ക് കാണാലോ എന്നൊക്കെ പറയൂട്ടോ. അനീനെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവനോട് പറഞ്ഞാലും ചിലപ്പോൾ അവൻ കേൾക്കുകയൊന്നും ചെയ്യില്ല, എന്നെക്കാളും മുന്നേ നിന്നെ അവനാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അവന് നിന്നോട് അത്രയ്ക്ക് സ്നേഹമാണ്, അതുകൊണ്ട് അവൻ ചിലപ്പോൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല, അവൻ ഇടയ്ക്ക് നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു എന്ന് വരും എന്നൊക്കെ പറയട്ടോ. ഇനിയിപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നതിൽ എന്താ കുഴപ്പമെന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് ആദർശാണെങ്കിലും. അങ്ങനെ അവൻ ഇങ്ങോട്ട് വരുന്നതിൽ ഒരു കുഴപ്പമില്ല, അവൻ നന്ദുവിനെ കാണാനൊന്നുമല്ലല്ലോ വരുന്നത്, നിന്നെ കാണാനല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് എന്തായാലും ആദർശ് അങ്ങ് പോവുകയാണ് കേട്ടോ അവിടുന്നത്. ആദർശിനാണെങ്കിലും നല്ല ദേഷ്യമായിട്ടുണ്ട്. നയനെ കുറേ ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് നയന ആദർശിനോടും പറയുന്നത്. ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഡോക്ടർ ഈ സമയത്ത് വീഴാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ഞാൻ വീണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നയന എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും അവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ നയന നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ ആദർശേട്ടനോട് അങ്ങനെയൊക്കെ പറയാൻ നിന്നതെന്ന് ചോദിക്കുകയും, പിന്നെ എന്തിനാ ചേച്ചി വെറുതെ കള്ളം പറയുന്നത്, ചേച്ചി എല്ലാം മനസ്സിലിങ്ങനെ ഒതുക്കുന്നതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതെന്ന് പറയും കേട്ടോ. പിന്നീട് അനാമികയുടെ കവളത്തൊക്കെ ഇങ്ങനെ തലോടി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ജാനകിയാണെങ്കിലും. അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചലിച്ച് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ മോൾ ഇങ്ങോട്ട് വന്ന ശേഷം ഇവൾക്കൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല, സമാധാനവും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഓരോന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് വരുന്ന കാണുന്നുണ്ട് കേട്ടോ ജലജ. അപ്പോൾ ജാനകിനോടായിട്ട് പറയാണ്, ഇതാ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ ആദർശാണെങ്കിലും നേരിട്ട് വന്നിട്ട് ഇങ്ങനെ അനാമികയോട് ചോദിക്കുന്നത്, എൻ്റെ ഭാര്യേനെ പിടിച്ച് തള്ളാനുള്ള എന്ത് അവകാശമാടി നിനക്കുള്ളതെന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. നീ എന്തിനാ അവളെ പിടിച്ച് തള്ളിയിട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുപോലെ തന്നെ ജാനകി തിരിച്ചു ചോദിക്കുകയാണ്, അവളെ തള്ളിയത് മാത്രമേ അവൾ പറഞ്ഞുള്ളൂ, എൻ്റെ മോളുടെ കാരണത്ത് മറ്റവൾ അടിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജലജ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു, അവളുടെ പാട്ട് മാത്രമല്ലേ പറയുള്ളൂ, നടന്ന എല്ലാ കാര്യങ്ങളൊന്നും പറയില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ജാനകിയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, നന്ദു അനാമികനെ കർണത്തടിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ അടിച്ചതല്ലല്ലോ, ഇവളവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ അടിച്ചത്, അത് അവൾക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ അടിക്കുകയല്ല ഇങ്ങനെ കൊന്നേനെ എന്ന് പറയുന്ന സമയത്ത് അനാമികയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ നിങ്ങൾ എന്നെ അങ്ങ് കൊല്ലുമെന്ന് പറയേ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതെൻ്റെ സംസ്കാരമല്ല, നീ ഇപ്പോൾ പറഞ്ഞത് നിൻ്റെ വീട്ടിലെ സംസ്കാരമാണെന്ന് പറയുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇവരിങ്ങനെ വഴക്ക് കൂടുകയാണല്ലോ. അപ്പോൾ ദേവയാനി അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ അനാമിക ആദർശിനോട് പറയുകയാണ്, നിങ്ങൾ നല്ല സംസ്കാരമുള്ള അമ്മയ്ക്ക് പിറന്ന മോനൊക്കെ തന്നെയാണ്, പക്ഷേ ഒരു സംസ്കാരമില്ലാത്ത ഭാര്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി നിങ്ങളുടെ സംസ്കാരമൊക്കെ ആകെ പോയി എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ സംസ്കാരം നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട, അത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ വഴക്കാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇവിടെ നടന്നതൊന്നും ഇങ്ങനെ മുത്തശ്ശിനെ അറിഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് നയനയുടെ വീട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ നയനേനെ പിടിച്ച് അനാമിക തല്ലിയ കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രമല്ലല്ലോ, മോളുടെ കവളത്ത് കിടക്കുന്ന ഈ പാട് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പറയാനായിട്ട് തുടങ്ങുകയാണ്. അനിയാണെങ്കിലും നന്ദുവിനെ കാണാനാണ് അവിടേക്ക് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ പറഞ്ഞത് അനി നന്ദുവിനെ കാണാനാണ് പോകുന്നതെന്ന്, അവൻ അവൻ്റെ ഏട്ടത്തിനെ കാണാനാണ് അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ അനാമികയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല. ജലജ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാവരും അവളുടെ ഭാഗത്ത് തന്നെ നിൽക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ അതുപോലെ തന്നെ നന്ദു ആണെങ്കിലും അവളുടെ ചേച്ചീനെ ഇങ്ങനെ തള്ളിയിടുന്ന കണ്ടാൽ ഇങ്ങനെ അവൾ നോക്കി നിൽക്കില്ലല്ലോ, പിന്നെ എന്തായിരുന്നു അവൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിലും നന്ദുവിനെ തന്നെയാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതാണെങ്കിലും അവർക്ക് ഇഷ്ടാവുന്നില്ല, ദേവയാനിക്കാണെങ്കിലും ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ അനാമികയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റിയെന്നാണ് മുത്തശ്ശനും പറയുന്നത്. അനാമികേനെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയത് ജാനകിയും ജലജയും കൂടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ അനാമികയുടെ കവളത്ത് വീണ പാട് നിങ്ങളുടെ കവളത്താണ് വീഴേണ്ടതെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ എന്തായാലും മുത്തശ്ശി പറയാണ്, നൈനമോളുടെ ഈ അവസ്ഥയിൽ ഇങ്ങനെ മോളെ പിടിച്ചത് തള്ളിയത് എന്തായാലും ശരിയായില്ല എന്ന് പറയും. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് എന്താ അവസ്ഥയുള്ളത്, അവളാണോ ഏട്ടത്തേക്ക് കരല് കൊടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.